പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കാം. രണ്ട് വാക്യങ്ങൾ നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. ഉൽപ്പത്തി 28, 18, 19. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അടുത്ത വാക്യം. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബഥേലിലെത്തി. അടുത്ത വാക്യം. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിനെ എൽ ബഥേൽ എന്ന് പേർ വിളിച്ചു. സ്തോത്രം. പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, നിൻ്റെ വചനത്തിലേക്ക് നോക്കുവാൻ തന്ന അവസരത്തിന് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ വചനത്തിനായിട്ട് നന്ദി കർത്താവേ. ജീവനും ശക്തിയുമുള്ള ദൈവത്തിൻ്റെ വചനം, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ കയ്യിൽ തന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അതിനായിട്ട് അടിയനെ ഏൽപ്പിക്കുന്ന കർത്താവേ, ബലഹീനനായി നിൽക്കുന്നുവെങ്കിലും ബലവാനായ ദൈവം കർത്താവെ പിടിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദം വരുത്തുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ വായിച്ച രണ്ട് വാക്യങ്ങളിൽ പൊതുവായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, യാക്കോബ് താൻ തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി നിർത്തി ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. വീണ്ടും 35-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതേ യാക്കോബ് ഇതേ ബഥേലിൽ ചെന്നിട്ട് അവിടെ ഒരു യാഗപീഠം പണിതു. ആ സ്ഥലത്തിന് എൽ ബഥേൽ എന്ന് പേരിട്ടു. ഞങ്ങൾ കെയർസെല്ലായിട്ട് ഞങ്ങൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാളുകളിൽ. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായി ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാസത്തിൽ ഒരു മെസ്സേജിൽ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ശാരീരികമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ദൈവം ബലപ്പെടുത്തി ഇന്നും ആരോഗ്യത്തോടെ ബലത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. അത് നിങ്ങളുടെ പ്രാർത്ഥന ആണ്. അതിൻ്റെ പിറകിൽ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് തന്നിരിക്കുന്ന ഈ ആത്മീയ കുടുംബത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ബഥേൽ എന്ന് പേർ വിളിച്ചു. പിന്നീട് ആ സ്ഥലത്തിന് യാക്കോബ് എൽ ബഥേൽ എന്ന് പേര് വിളിച്ചു. ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്താ അതിൻ്റെ അർത്ഥം? ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആലയം എന്ന ആ വാക്കിൻ്റെ അർത്ഥം. ബഥേൽ, ബെത്ത് എൽ, എൽ മീൻസ് ഗോഡ്, ബെത്ത് മീൻസ് ഹൗസ്, ഹൗസ് ഓഫ് ഗോഡ്. എന്നാൽ എൽ ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ വീണ്ടും ആദ്യമായിട്ട് ഒരു പ്രിഫിക്സ് കൊടുത്തിരിക്കുകയാണ്. എൽ ബഥേൽ, ഗോഡ് ഓഫ് ദ ഹൗസ് ഓഫ് ഗോഡ്, ദൈവഭവനത്തിൻ്റെ ദൈവം. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ടായി നമ്മൾ കാണുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം, ഒരു മാറ്റം സംഭവിച്ചിരിക്കുക. ഒരിക്കൽ പേര് വിളിച്ച സ്ഥലത്തെ വീണ്ടും അതിനൊരു പേര് മാറ്റം യാക്കോബ് നടത്തി. ഇന്ന് പകൽക്കാലം ഞാനിത് ചിന്തിക്കാനാണ്, ഇതിൻ്റെ കാരണം എന്താ? യാക്കോബിന് എന്താ സംഭവിച്ചത്? യാക്കോബിൻ്റെ ജീവിതത്തിൽ ബഥേൽ എൽ ബഥേലായി മാറി. നമ്മളിത് പഠിച്ചു കഴിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റം ആവശ്യമാണ്. ബഥേലിൽ നിന്ന് എൽ ബഥേലിലേക്ക് ഒരു യാത്ര, ഒരു മാറ്റം ഈ നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ഇന്നത്തെ വിഷയം ഇതാണ്, ഫ്രം ബഥേൽ ടു എൽ ബഥേൽ, ബഥേലിൽ നിന്ന് എൽ ബഥേലിലേക്ക്. ദൈവപൈതലേ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ജീവിക്കുന്നത്
നിങ്ങൾ പാർക്കുന്നത് ബഥേലിലാണോ എൽ ബഥേലിലാണോ? ആർ യു ലിവിങ് ഇൻ ബഥേൽ ഓർ എൽ ബഥേൽ? പല ഭവനങ്ങൾക്കും പേരിട്ടിട്ടുണ്ട് ബഥേൽ എന്ന്. സ്തോത്രം, നല്ലതാണ്. എന്നാൽ നമ്മൾ പാർക്കുന്ന ഭവനത്തിനല്ല, ആ ഭവനത്തിലെ ദൈവത്തിനാണ് പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ആ ഒരു അറിവിലേക്ക് വന്നതായിട്ട് നമ്മൾ കാണുന്നു 35-ാം അധ്യായത്തിലെ. ഇറ്റ് ഈസ് ലൈക്ക് നോയിങ് ഗോഡ് ആൻഡ് ഹാവിങ് ഗോഡ്. ദൈവത്തെ അറിയുക. ഇപ്പം ബഥേലിൽ വെച്ച് യാക്കോബ് ദൈവത്തെ അറിഞ്ഞു. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമൊന്നുമില്ലായിരുന്നു. യാക്കോബ് തൻ്റെ പിതാവായ ദൈവം, തൻ്റെ വല്യപ്പച്ചൻ്റെ ദൈവം, അപ്പൻ്റെ ദൈവവും വല്യപ്പൻ്റെ ദൈവവും ആ തരത്തിലുള്ള ഒരു ബന്ധമേ യാക്കോബിന് ഈ ദൈവമായിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അപ്പച്ചൻ്റെ ദൈവം, എൻ്റെ വല്യപ്പച്ചൻ്റെ ദൈവം. പക്ഷെ എൻ്റെ ദൈവം എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് യാക്കോബ് വരുന്നത് ഈ 35-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയുകയും ദൈവത്തെ അനുഭവമാക്കുകയും ദൈവത്തെ സ്വായത്തമാക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് യാക്കോബ് വന്നു. ഞാൻ ചോദിക്കട്ടെ ആമുഖമായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാ, പക്ഷേ അവിടെ നിൽക്കുകയാണോ അതോ അടുത്ത ലെവലിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ? ഈ ദൈവത്തിലായിത്തീരുന്ന ഒരു അനുഭവം, ദൈവം എൻ്റെ ജീവിതത്തിലായിത്തീരുന്ന ഒരു അനുഭവം, ഞാൻ ദൈവത്തിലായിത്തീരുന്ന ഒരു അനുഭവം, അതാണ് എൽ ബഥേൽ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ മാറ്റം വരാൻ കാരണം അവൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടൊരു വലിയ എൻകൗണ്ടർ നടന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 2 എൻകൗണ്ടറിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ എൻകൗണ്ടറാണ് ഞാൻ 28-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. യാക്കോബ് അവിടെ വെച്ച് ദൈവത്തോടുള്ള ഒരു ബന്ധം, ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് അവൻ കടന്നു വരികയാണ്. അത് തനിക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം ആ സംഭവം എന്താണെന്ന്. അവിടെ യാക്കോബ് കിടന്നുറങ്ങി. ആ ഉറങ്ങിയുന്ന സമയത്ത് താനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ആകാശത്തോളം ഉയർന്നിരിക്കുന്ന ഒരു കോവേണി, അതിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് താൻ കണ്ടു. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നപ്പോൾ ഇത് ദൈവത്തിൻ്റെ ആലയം, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു അനുഭവം യാക്കോബിനുണ്ടായി. സ്തോത്രം. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യാക്കോബ് എന്ത് ചെയ്തു? താൻ തലയണയായി വെച്ചിരുന്ന കല്ല് ഒരു തൂണായി നിർത്തി. ആ സ്ഥലത്തിന് എന്ത് ചെയ്തു? ബഥേൽ എന്ന് പേർ വിളിച്ചു. സ്തോത്രം. ഈ ഒരു മാറ്റം യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാറ്റമായിരുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് മറ്റൊരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. 10-20 വർഷത്തിന് ശേഷമാണ് ലാബാൻ്റെ കൂടെയുള്ള താമസമൊക്കെ അവസാനിപ്പിച്ചിട്ട് വലിയൊരു കൂട്ടമായിട്ട് യാക്കോബ് ഇപ്പോൾ വരികയാണ്. തൻ്റെ സഹോദരനായ ഏശാവിനെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിലോട്ട് എത്തി. തനിയെ ആയി. ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. താൻ വളരെ പ്ലാൻ ചെയ്തു. ഇപ്പോഴും യാക്കോബ് തന്നെയാണ് കേട്ടോ. യാക്കോബിന് ഭയങ്കര സ്കീമിംഗ് ആണ്, പ്ലാനിങ് ആണ്. യാക്കോബ് സമ്മാനങ്ങൾ കൊടുത്തു വിടുന്നു, ചിലരെ ആദ്യം വിടുന്നു, അതിനുശേഷം ചിലരെ വിടുന്നു, ഒടുവിൽ യാക്കോബ് തനിയെ ആയി. ഈ സമയത്ത് യാക്കോബിന് വീണ്ടും ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടർ, ദൈവവുമായിട്ടൊരു ഒരു കണ്ടുമുട്ടൽ യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായി. അവിടെ വെച്ചാണ് യാക്കോബ് ഈ പേരുമാറ്റം നടത്തുന്നത് ആ സ്ഥലത്തിന്. സ്തോത്രം. പ്രിയമുള്ളവരെ, ആ സ്ഥലത്തിന് യാക്കോബ് കൊടുത്ത പേരാണ് എൽ ബഥേൽ. സോ ഹിസ് എംഫസിസ് ഷിഫ്റ്റഡ് ഫ്രം ദ ഹൗസ് ടു ദ വൺ whom he met there. ഒരു സ്ഥലത്തിനായിരുന്നു യാക്കോബ് പ്രാധാന്യം കൊടുത്തത്. എൽ ബഥേൽ, ഇവിടെ വെച്ച് എന്നോട് ദൈവം ഇടപെട്ടു, അതുകൊണ്ട് ഈ സ്ഥലത്തിനൊരു വലിയ പ്രാധാന്യം കൊടുത്തിട്ട് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തിനല്ല പ്രാധാന്യം, അവിടെ വെച്ച് എന്നോട് ഇടപെട്ട ആ ദൈവത്തിലേക്കുള്ള ഒരു വലിയ മാറ്റം യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായി. There was a great shift. There was a conversion from a place to God himself. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, യാക്കോബ് ആദ്യമായിട്ട് ദൈവവുമായിട്ടൊരു അഭിമുഖം ഉണ്ടായ സമയത്ത് യാക്കോബ് ചെയ്തത് എന്താ? താൻ തലേണയായി വെച്ചിരുന്ന കല്ലെടുത്തൊരു തൂണായി നിർത്തിയിട്ട് ദൈവത്തെ അംഗീകരിക്കുക. ഫോർ ദ ഫസ്റ്റ് ടൈം അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ദൈവം അവൻ്റെ ദൈവമായി മാറി.
നമ്മളവിടെ കാണുന്നുണ്ട് യാക്കോബ് ദൈവത്തോടൊരു വാവ്, അതായത് ഒരു ഒരു ഉടമ്പടി, ദൈവമായിട്ടൊരു കരാറിൽ ഏർപ്പെടുകയാണ്. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 20-ാം വാക്യം, 28-ൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 20-ഉം 22-ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ, സ്തോത്രം, എങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. സ്തോത്രം. നോക്കിയേ, ദൈവമായിട്ടൊരു ബന്ധമൊക്കെ വന്നു, പക്ഷേ ഇറ്റ്സ് എ കണ്ടീഷണൽ റിലേഷൻഷിപ്പ്. ചില വ്യവസ്ഥകളോടുകൂടെയാ ദൈവമായിട്ട് യാക്കോബ് ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം, ഇസ് ഇറ്റ് എ കണ്ടീഷണൽ റിലേഷൻഷിപ്പ്? ഹല്ലേലൂയ. കണ്ടീഷണൽ റിലേഷൻഷിപ്പ് ആണോ ദൈവവുമായിട്ട്? എൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കി നടത്തിയാൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ദൈവം വേണ്ടതുപോലെ ചെയ്തു തന്നാൽ ഈ ദൈവം എൻ്റെ ദൈവമായിരിക്കും എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഓർക്കുക, അവൻ നമ്മെ സ്നേഹിച്ചത് അൺകണ്ടീഷണലായിട്ടാണ്. സ്തോത്രം. അവൻ നമ്മെ സ്നേഹിച്ചത്, നമ്മളെ സ്വീകരിച്ചത് അൺകണ്ടീഷണലായിട്ടാണ്. ഞാനും നിങ്ങളും ആയിരുന്ന അതേ അവസ്ഥയിൽ എന്നെ സ്വീകരിച്ച് ഒരു കണ്ടീഷനും വെച്ചില്ല, ഒരു വ്യവസ്ഥയുമില്ലാതെ എന്നെ നിങ്ങളെയും ചേർത്തവനെ സ്നേഹിച്ചവനോട് വ്യവസ്ഥ വെച്ച് അവനെ സ്നേഹിക്കല്ലേ, വ്യവസ്ഥ വെച്ച് അവനോട് ബന്ധം സ്ഥാപിക്കരുത്. അൺകണ്ടീഷണലായിട്ടൊരു സറണ്ടർ യാക്കോബിൻ്റെ ജീവിതത്തിൽ പിന്നീട് അത് വരുന്നുണ്ട്. പക്ഷെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് നിന്നോടുള്ള ബന്ധം, ഇസ് ഇറ്റ് എ കണ്ടീഷണൽ റിലേഷൻഷിപ്പ്? പലപ്പോഴും നമ്മൾ ആ കണ്ടീഷണൽ റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. വീണ്ടും 35-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം യാക്കോബിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. അവനോട് പറയുകയാണ്, റൈസ് ആൻഡ് ഗോ ടു ബെഥേൽ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബെഥേലിൽ ചെന്ന് പാർക്ക. നീ പുറപ്പെട്ട് ബെഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുന്നിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. ഹല്ലേലൂയ. ദൈവം വ്യക്തമായിട്ട് അവനോട് പറയുക, നീ എന്താ ചെയ്യേണ്ടത് മോനെ. ഈ സമയത്ത് യാക്കോബ് എവിടാന്നറിയാമോ? ഹി വാസ് ഇൻ ഷെക്കേം. ഷെക്കേമില. ചരിത്രമൊക്കെ അറിയാവുന്നവർ ആണല്ലോ നിങ്ങൾ ഓരോരുത്തരും, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഷെഖേമിലായിരിക്കുന്ന യാക്കോബിനോട് ദൈവം പറയുക, നീ ഇവിടെ കഴിയേണ്ടവനല്ല, നീ ഇവിടെ നിന്ന് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. നീ ബഥേലിൽ ചെല്ലണം. എവിടെ വെച്ചാണോ ഞാൻ നിന്നോട് ഇടപെട്ടത് ആ സ്ഥലത്ത് നീ ചെന്ന് നിന്റെ തീരുമാനങ്ങളെ പുതുക്കുക, നിന്റെ നേർച്ചകളെ പുതുക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ തിരികെ വിളിക്കുകയാണ്. സ്തോത്രം. അതിലേക്ക് ഞാൻ വരാം. ഷെഖേമിൽ നിന്ന് മാറുവാനായിട്ട് യാക്കോബിനോട് ദൈവം പറയുക, നീ ബഥേലിലേക്ക് പോവുക. ഈ സമയത്ത് ബഥേലിലേക്ക് പോവുക എന്ന് പറയുന്ന കാര്യം എളുപ്പമുള്ള കാര്യമല്ല. ഹി വാസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്, വെൽ സെറ്റിൽഡ്. ഷെഖേമിൽ വന്നിട്ട് അങ്ങ് വലിയൊരു പ്രസ്ഥാനമായി, വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റായിട്ട് കഴിയുക. അതെല്ലാം കെട്ടിപ്പിറക്കിക്കൊണ്ട് പോകുന്ന കാര്യം എളുപ്പമല്ല. നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് ഷെഖേമിൽ യാഗപീഠം പണിതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടേക്ക് നമ്മൾ വരാം. സ്തോത്രം. പക്ഷെ ദൈവം പറഞ്ഞു, നീ ഈ ഷെഖേമിൽ കഴിയേണ്ടവനല്ല. നീ എന്നെ ആരാധിക്കണമെങ്കിൽ, നീയുമായിട്ട് എനിക്കൊരു ബന്ധം വേണമെന്നുണ്ടെങ്കിൽ നീ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. എവിടെ വെച്ച് ഞാൻ നിന്നെ കണ്ടുമുട്ടിയോ അവിടേക്ക് നീ മടങ്ങി വാ. സ്തോത്രം. യാക്കോബ് എന്താ ചെയ്തത്? യാക്കോബ് അവിടേക്ക് ചെന്നു. ദൈവത്തിൻ്റെ ആലോചന കേട്ടു. പണ്ടത്തെ യാക്കോബ് അല്ല ഇപ്പോഴത്തെ യാക്കോബ്. 20 വർഷം കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. പ്രിയമുള്ളവരെ, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവനായിരുന്നു അവന്. അവൻ്റേതായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു. അവൻ്റേതായിട്ടുള്ള ഭാവി അംബിഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ യാക്കോബിനോട് ദൈവം പറയുക, ബഥേലിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ നമ്മൾ കാണുന്നുണ്ട് 35:2 യാക്കോബ് ആ വാക്ക് കേട്ടു. അവൻ്റെ ആത്മീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, അവൻ്റെ ഭവനത്തിൻ്റെ ആത്മീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, ആകെ തകർന്നു കിടക്കുന്ന ആത്മീയ അവസ്ഥ മനസ്സിലാക്കി ദൈവത്തോട് അനുകൂലമായിട്ട് പ്രതികരിച്ചു. അവൻ്റെ കുടുംബത്തോട് പറഞ്ഞു, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക,
നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തതെല്ലാം ഉപേക്ഷിക്കുക, കുഴിച്ചിടേണ്ടതിനെയെല്ലാം കുഴിച്ചിടുക. ബേഥേലിലേക്ക് പോകുമ്പോൾ വേണ്ടത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒരു വലിയ ശുദ്ധീകരണം ആ ഭവനത്തിൽ നടക്കുകയാണ്. അതിനുശേഷം അവരെവിടേക്ക് പോയി? ബേഥേലിലേക്ക് പോയി. അങ്ങനെ ബേഥേലിലെത്തിക്കഴിഞ്ഞപ്പോൾ യാക്കോബുമായിട്ട് ദൈവം വീണ്ടും ഒരു പേഴ്സണൽ കവനന്റൽ റിലേഷൻഷിപ്പിലേക്ക് വരിക. ദൈവം അതിന് മുൻകൈ എടുക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്തോത്രം. യാക്കോബ് അല്ല മുൻകൈ എടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷിക്കാൻ മുൻകൈ എടുത്തത് നമ്മുടെ കർത്താവാണ്. നമ്മൾ പിന്മാറിപ്പോയാൽ നമ്മളെ തിരികെ വിളിക്കാൻ മുൻകൈ എടുക്കുന്നതും കർത്താവാണ്. സ്തോത്രം. ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, പുകഞ്ഞ കുള്ളി പുറത്തെന്ന് തള്ളിക്കളയുന്ന ഒരു ലോകത്തിൽ, എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു ലോകത്തിൽ ഈ കർത്താവ് പറയുക, നിന്നെ എനിക്ക് വേണം. ഹല്ലേലൂയ. നീ എന്നെ വേണ്ടാന്ന് വെച്ചാലും എനിക്ക് നിന്നെ വേണം. യാക്കോബിന്റെ പിന്നാലെ കൂടിയ ഒരു ദൈവമാണ്. എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്? എനിക്കത് റിലേറ്റ് ചെയ്യാൻ കഴിയും. എൻ്റെ പിന്നാലെ കൂടിയ ഒരു ദൈവം. സ്തോത്രം. ഈ 10-20 വർഷമൊക്കെ യാക്കോബിനെ ദൈവം അങ്ങ് വിട്ടു. പക്ഷെ ദൈവത്തിനറിയാം, ഇവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇവൻ എൻ്റെ മകനാ, ഇവൻ എൻ്റെ മകളാ. പ്രിയമുള്ളവരെ, ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരെ ഈ ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ അകന്നു കഴിയുകയാണെങ്കിൽ, ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുക, എനിക്ക് നിന്നെ വേണം മോളെ, എനിക്ക് നിന്നെ വേണം മോനെ. പക്ഷേ നീ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ദൈവത്തിന് അറിയാമായിരുന്നു. യാക്കോബിന് ഒരിക്കലും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ തിരിച്ചൊരു ദൈവമായിട്ടൊരു ബന്ധത്തിലോട്ട് വരുമെന്ന്. പക്ഷേ ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം അതുവരെയും കാത്തിരുന്നു. ആ ധൂർത്തപുത്രനെ കാത്തിരുന്ന പിതാവിൻ്റെ സ്നേഹം പോലെ. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെയും കാത്തിരിക്കുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഇന്നും ഷേക്കേമിലോ എവിടെങ്കിലുമൊക്കെ കഴിയുകയാണെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ചങ്കിലെ ചോര കൊടുത്ത് വാങ്ങിയതാ, നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. വില കൊടുത്തതാ, നമുക്ക് വേണ്ടി വില കൊടുത്തതാ. വില കൊടുത്തവൻ അതിൻ്റെ വില അറിയാം. നമുക്കൊരു പക്ഷേ അതിൻ്റെ വില അറിയത്തില്ല. അവൻ വില കൊടുത്ത് വാങ്ങിയതിനെ ഒരിക്കലും നഷ്ടപ്പെടുവാൻ അവൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. നമുക്കറിയാം, ഈ യാക്കോബ് തുടക്കത്തിൽ 28-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ യാക്കോബ് ചെയ്തത് എന്താ? അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. ദൈവം എന്നോട് ഇടപെട്ടല്ലോ, സ്വപ്നത്തിൽ എനിക്കൊരു വലിയ കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചു തന്നു. ഈ സ്ഥലം വല്ലാത്തൊരു അനുഭവം, വെരി പേഴ്സണൽ എക്സ്പീരിയൻസ്, എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, എൻ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. പുള്ളിക്കാരൻ ഉടനെ തന്നെ അവിടെ എഴുന്നേറ്റ് യാഗപീഠമൊന്നും പണിതില്ല, ആരാധനയും നടത്തിയില്ല. പുള്ളി എന്താ ചെയ്യുന്നറിയാമോ? ഒരു തൂണ് സ്ഥാപിച്ച്, തല വെച്ച് ഉറങ്ങിയിരുന്ന കല്ല് തന്നെ എടുത്ത്, വേറെ ചിലവൊന്നുമില്ല, അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, ആ കല്ലെടുത്ത് അന്ന് നേരെ വെച്ചു, ഒരു ചെറിയ കുഴിയും കുഴിച്ചിട്ട് ആ കല്ല് അവിടെ ഇറക്റ്റ് ചെയ്തു. ഹി ഇറക്റ്റഡ് എ പില്ലർ. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നു 35-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്, യാക്കോബ് വില കൊടുത്ത് അധ്വാനിച്ച് ഒരു യാഗപീഠം പണിത് ഒരു യാഗം കഴിച്ചു. സ്തോത്രം. അതിൻ്റെ വ്യത്യാസം കണ്ടോ? Earlier in chapter 28, Jacob was a pillar person and now he is an altar person. He was a pillar man, now he is an altar man. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്തോത്രം. പില്ലർ, ഈ യാക്കോബിൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ അവരൊക്കെ യാഗപീഠം പണിതവരായിരുന്നു. അബ്രഹാമിനെ നോക്കിയാൽ നമുക്കറിയാം, അബ്രഹാം 12 വാക്യം എടുക്കണ്ട, നിങ്ങൾക്ക് റെഫറൻസ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു മുൻപോട്ട് പോകാം. ഉൽപ്പത്തി 12:8 ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. ഹി ബിൽറ്റ് ആൻ ഓൾട്ടർ. അബ്രഹാം ഒരു യാഗപീഠം പണിതു. 26-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ദൈവം ഇസഹാക്കിനോട് സംസാരിച്ചു. ഇസഹാക്ക് ഒരു യാഗപീഠം പണിതു. എന്നാൽ 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം യാക്കോബിനോട് സംസാരിച്ചു. യാക്കോബ് ഒരു തൂണ് സ്ഥാപിച്ചു. സ്തോത്രം. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു,
ഇവർ രണ്ടുപേരും, അപ്പനും വല്യപ്പനും യാഗപീഠം പണിതപ്പോൾ യാക്കോബ് തൂണ് സ്ഥാപിച്ചു. സ്തോത്രം. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? യാക്കോബിൻ്റെ ഈ റെസ്പോൺസ്, ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. തൻ്റെ അപ്പനെ പോലെ വല്യപ്പനെ പോലെയുള്ള ഒരു പ്രതികരണമായിരുന്നില്ല ദൈവം ഇടപെട്ടപ്പോൾ യാക്കോബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാം, ഒരു ഓൾട്ടർ, ഒരു യാഗപീഠം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സാക്രിഫൈസ്. അതൊരു ത്യാഗത്തിൻ്റെ, ബലിയുടെ ഓൾട്ടറാണ്, ഒരു യാഗപീഠമാണ്. മാത്രമല്ല, ഇറ്റ് ഈസ് എൻ ഓൾട്ടർ ഓഫ് സബ്മിഷൻ. തന്നെത്താൻ സമർപ്പിക്കുന്നതിൻ്റെ യാഗപീഠമാണത്, ഒരു സമർപ്പണത്തിൻ്റെ യാഗപീഠമാണ്. മാത്രമല്ല, ഒരു യാഗപീഠം എന്ന് പറയുമ്പോൾ അവിടെ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു സ്ഥലമാണത്. സ്തോത്രം. യാക്കോബ് ഇതൊന്നും ചെയ്തില്ല. യാക്കോബ് ചെയ്തത് എന്താ? ഒരു തൂണ് സ്ഥാപിച്ചു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓൾട്ടർ ആൻഡ് പില്ലർ? ഞാൻ ഓൾട്ടറിനെ കുറിച്ച് പറഞ്ഞു. ആൻ ഓൾട്ടർ ഈസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്, എ പ്ലേസ് ഓഫ് സാക്രിഫൈസ്, എ പ്ലേസ് ഓഫ് സബ്മിഷൻ ആൻഡ് എ പ്ലേസ് ഓഫ് റിലേഷൻഷിപ്പ്. എന്നാൽ എ പില്ലർ ഈസ് എ മെമ്മോറിയൽ. അതൊരു സ്മാരകം. ഇറ്റ് ഈസ് എ മെമ്മോറിയൽ ടു മാർക്ക് എ സ്പോട്ട് വേർ സംതിങ് അമേസിങ് ഹാസ് ഹാപ്പൻഡ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം ദൈവം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ഒരു സ്മാരകമാണ് ഈ പില്ലർ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ, ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാ, അത് നിങ്ങളോടും ചോദിക്കുക. ആർ യു എ പില്ലർ പേഴ്സൺ ഓർ ആൻ ഓൾട്ടർ പേഴ്സൺ? ഈ പില്ലർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഓർമ്മ, സ്മാരകം. അയ്യോ, ഇന്നാളിൽ 2 മാസത്തിന് മുമ്പ് എനിക്കൊരു പ്രയാസം ഉണ്ടായി, എനിക്കൊരു രോഗമുണ്ടായി, എൻ്റെ കർത്താവിനെ വിടുവിച്ചു. അതിൻ്റെ ഓർമ്മ നല്ലതാ, സ്മാരകം. പക്ഷേ അതൊരു തൂണായിട്ട്, ഒരു സ്മാരകമായിട്ട് അവശേഷിക്കാതെ അതൊരു യാഗമായി മാറുന്നിടത്താണ് ദൈവമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക, ഞാൻ ദൈവത്തോട് എപ്പോഴും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും ഞാൻ വെറുതെ സ്മാരകങ്ങൾ സ്ഥാപിക്കുന്നവനാണോ? ശിലകൾ, അങ്ങനൊരു നോവലുണ്ടല്ലേ, സ്മാരകശിലകൾ. സ്മാരകശിലകൾ സ്ഥാപിക്കുന്നവളാണോ? അതോ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു യാഗമായി മാറുന്നവളാണോ? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമായി ഇന്ന് ആളുകളിൽ. ദൈവത്തോട് നന്ദി പറയുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നതും എല്ലാം നല്ലത് തന്നെ. പക്ഷേ അവിടെ നിൽക്കാതെ അതിൻ്റെ അടുത്ത ലെവലിലോട്ട് നമ്മൾ മാറണം. Abraham was an altar man. Isaac was an altar man. But Jacob was a pillar man. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു തൂണ് സ്ഥാപിച്ചു, എന്നിട്ട് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു, പിന്നെ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. നമ്മളവിടെ കാണുന്നില്ല എന്ത്? ഒരു റിയൽ കോൺട്രീഷൻ, ഒരു പശ്ചാത്താപം, ഒരു ദൈവസന്നിധിയിൽ ഒരു ഏറ്റുപറച്ചിൽ കാണുന്നില്ല. ഒരു വിനയം യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. ഒരു പ്രാർത്ഥന അവിടെ നമ്മൾ കാണും. ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു യാഗം നടത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ ഒരു യാഗപീഠമില്ല. അവിടെ ദൈവമായിട്ട് യഥാർത്ഥമായിട്ടൊരു ബന്ധവുമില്ലായിരുന്നു. സ്തോത്രം. എൻ്റെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാ പ്രിയമുള്ളവരെ? അബ്രഹാം ദൈവത്തെ ആരാധിച്ചപ്പോൾ ഇവിടെ ഇതാ യാക്കോബ് ദൈവത്തോട് കണ്ടീഷൻസ് പറയുക. കണ്ടീഷണൽ റിലേഷൻഷിപ്പാണ്. ഇഫ് യു പ്രൊട്ടക്ട് മീ ആൻഡ് പ്രൊവൈഡ് ഫോർ മീ, ദെൻ യു വിൽ ബി മൈ ഗോഡ്. ഇഫ് ദെൻ നീ അങ്ങനെ ചെയ്താൽ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്താൽ നീ എൻ്റെ ദൈവമായിരിക്കും എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ എൻ്റെ ദൈവമായിട്ട് അംഗീകരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഗോഡ്, ഇഫ് യു പ്രൂവ് യുവർ സെൽഫ് ടു മീ, ദെൻ ഐ വിൽ ലെറ്റ് യു ബി മൈ ഗോഡ്. നീ ദൈവമാണെന്ന് എൻ്റെ ജീവിതത്തിൽ തെളിയിച്ചാൽ. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ പറയാറില്ല. കർത്താവേ, നീ ഈ രോഗത്തിന് എനിക്ക് സൗഖ്യം തന്ന ഞാൻ പൂർണ്ണ സമയം, അതൊരു കണ്ടീഷനാണ് അല്ലേ? കർത്താവേ, ഈ അസുഖത്തിൽ നിന്ന് എന്നെ വിടുവിച്ചാൽ, എൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു വിടുതൽ തന്നാൽ. നോക്കി, ആർ വി കണ്ടീഷണൽ ക്രിസ്ത്യൻസ്? ദൈവമായിട്ട് കണ്ടീഷൻസ് വെക്കുന്നവരാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ, നോ, ദൈവമായിട്ട് ഒരു കണ്ടീഷനും വേണ്ട. സ്തോത്രം. അവനറിയാം നിനക്ക് വേണ്ടത് എന്താണെന്ന്. ആമേൻ. അവന് നിനക്ക് വേണ്ടത് എന്താ, എനിക്കും നിനക്കും വേണ്ടത് എന്താണെന്ന് അവനറിയാം. നീ കണ്ടീഷൻ വെച്ച് അവനെ നിന്റെ ഇതിൽ ചൊൽപ്പടിക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അവൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ യാഗമായി സമർപ്പിച്ചാൽ മതി.
അവൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ളത് ചെയ്യാനുള്ളത് അവൻ ചെയ്യും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഫലമായി എന്നിലും നിന്നിലും ചെയ്യാൻ കഴിയുന്നവന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം യാക്കോബിനെ ഈ 20 വർഷം കൊണ്ട് he brought him to his knees. യാക്കോബ് തല ഉയർത്തിപ്പിടിച്ച് തൻ്റെ കഴിവിലും ബലത്തിലും മിടുക്കിലും ബുദ്ധിയിലും ഒക്കെ ആശ്രയിച്ച് മുൻപോട്ട് പോയ യാക്കോബിനെ 20 വർഷം കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനെ രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. ഒടുവിൽ യാക്കോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്നു. അവൻ വലിയ യാക്കോബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപായി എന്നായിരുന്നു. നമുക്കറിയാം, സ്കീമറായിരുന്നു. അവൻ്റെ സ്കീമെല്ലാം ദൈവം പൊളിച്ചു. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്കീമിൻ്റെ മുമ്പിൽ അവൻ വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ യാക്കോബ് യേശാവിനെ അഭിമുഖീകരിക്കുന്ന ഒരു രംഗത്തിലേക്ക് വരികയാണ്. ആ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് വരാം. യേശാവ് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും യാക്കോബിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. നീ എന്നെ ചതിച്ചതാ, എൻ്റെ അപ്പൻ ഒന്ന് മരിച്ചോട്ടെ, എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് യാക്കോബ്. സ്തോത്രം. അപ്പോൾ ഇപ്പോൾ അപ്പൻ മരിച്ചു, സാഖു മരിച്ചു. ഇപ്പോൾ ഇതാ യാക്കോബ് യേശാവിനെ വരിക. വല്ലാത്തൊരവസ്ഥയാണ്. സ്തോത്രം. യാക്കോബ് ഭയന്നു. അവനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുവരെ തല ഉയർത്തിപ്പിടിച്ച് നടന്ന, എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നടന്ന, ഭയങ്കര സ്കീമിംഗ് ആയിരുന്ന ഒരു മനുഷ്യൻ ഇതാ ഭയചകിതനായി ഒറ്റയ്ക്ക് യാബോക്ക് കടവിലായിരിക്കുക. ആ രാത്രിയിൽ സ്തോത്രം യാക്കോബ് ചെയ്ത ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. 32-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്കാത്. യാക്കോബ് ഉൽപ്പത്തി 32-ന്റെ 9-ാമത്തെ വാക്യം. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, അത് മതി, അത്രയും മതി. സ്തോത്രം. ഇതിനു മുമ്പ് ഒരിടത്തും നമ്മൾ യാക്കോബ് പ്രാർത്ഥിക്കുന്നത് കാണുന്നില്ല. ഒരു പക്ഷേ അവൻ എന്തെങ്കിലും ദൈവത്തോടൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷണലായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ഇതാ യാക്കോബ് പ്രാർത്ഥിക്കുക. അവൻ്റെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന എഴുതുക. സ്തോത്രം. ഇതുവരെ ദൈവത്തോട് കണ്ടീഷൻസ് വെച്ചായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഒരു കണ്ടീഷനും ഇല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്. സ്തോത്രം. യാക്കോബിന്റെ ജീവിതത്തിൽ ഇതാ പ്രാർത്ഥന. അത് വെറും ഒരു പ്രാർത്ഥന ആയിരുന്നില്ല. It was not just a please help me, I am desperate and about to die prayer അല്ലായിരുന്നു. കർത്താവേ എന്നെ സഹായിക്കണമേ, ഞാൻ മരിക്കാൻ പോകുന്നു, എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയല്ല. പിന്നെയോ ഇറ്റ് വാസ് എ റിയൽ ഹാർട്ട് ഫെൽറ്റ് ഹംബിൾ ലൈഫ് ചേഞ്ചിങ് പ്രയർ. അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, തന്നെ തന്നെ താഴ്ത്തി ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു പ്രാർത്ഥനയായിരുന്നു യാക്കോബിൻ്റെ പ്രാർത്ഥന. അത് സ്തോത്രം. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അന്ന് രാത്രിയിൽ യാക്കോബുമായിട്ട് ഒരു പുരുഷൻ മല്ലു പിടിച്ചതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഈ പുരുഷനെ കുറിച്ച് വേദ പണ്ഡിതന്മാർ പറയുന്നത് ഇറ്റ് വാസ് എ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത തന്നെയായിരുന്നു അത്. അതായത് പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് യേശുക്രിസ്തുവായിട്ടല്ല വരുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പുരുഷൻ തൃത്വത്തിലെ രണ്ടാമനായ യേശുക്രിസ്തു തന്നെ ആയിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. നമുക്കറിയാം. സ്തോത്രം. യാക്കോബ് കർത്താവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. ആ യാക്കോബ് ഈ പുരുഷനുമായിട്ട് മല്ലു പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഈ ഭാവം വായിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിനകത്തെ ചിന്ത, യാക്കോബ് ഇപ്പോഴും യാക്കോബ് തന്നെയാണ് അല്ലേ. പുള്ളി ഇപ്പോഴും അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കാനുള്ള ഒരു ശ്രമമാണ് യാക്കോബ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ തുടക്കം മുതലേ യാക്കോബിൻ്റെ ഒരു രീതി. സഹോദരനിൽ നിന്ന്, അപ്പനിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങി, അതിനു മുമ്പ് സഹോദരനിൽ നിന്ന് ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങി സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്. എന്നിട്ട് ലാബാൻ്റെ അവിടെ ചെന്നിട്ടും ഭയങ്കര പിടിച്ചു വാങ്ങലൊക്കെ ആയിരുന്നു. ഭയങ്കര പ്ലാനറും സ്കീമറും ഒക്കെ ആയിരുന്നു യാക്കോബ്. ഇവിടെ അതുപോലെ ഒരു പരിപാടിയാണ് യാക്കോബ് നടത്തുന്നതെന്നായിരുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. ഈ ദൈവത്തോട് മല്ലു പിടിച്ച് അനുഗ്രഹം പിടിച്ചു വാങ്ങിയ യാക്കോബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഭാഗം വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നേരത്തെ നടന്ന പോലുള്ള ഒരു പിടിച്ചുവാങ്ങലല്ലായിരുന്നു. സ്തോത്രം. ഇവിടെ യാക്കോബിൻ്റെ ഒരു ഡെസ്പറേഷൻ, താൻ അങ്ങ് പരവശനായി, തനിക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ, അതായത് നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ, മറ്റേത് നിസ്സഹായതയിലല്ലായിരുന്നു അതൊക്കെ ചെയ്തത്. അതൊക്കെ ഭയങ്കര ബുദ്ധിയിൽ ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ താൻ സകലതും നഷ്ടപ്പെട്ടവനായി, സകല തന്ത്രങ്ങളും പയറ്റി അവസാനം തോറ്റവനായി,
നിസ്സഹായനായി ആ പുരുഷന്റെ മുമ്പിൽ യാക്കോബ് നിൽക്കുകയാണ്. ഹി വാസ് സേയിങ്, ഇങ്ങനെയായിരുന്നു യാക്കോബ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ ആം ഔട്ട് ഓഫ് ഹോപ്പ് ആൻഡ് ഇഫ് യു ഡോണ്ട് ബ്ലസ് മീ ഐ ആം ഗോയിങ് ടു ഡൈ ഇൻ ദ മോർണിംഗ്. എനിക്കൊരു പ്രതീക്ഷയുമില്ല. എന്നെ നീ സഹായിച്ചില്ലെങ്കിൽ ഞാൻ രാവിലെ മരിക്കും. നീ എന്നെ വിട്ടു പോകരുത്. ഐ കാൺ ലെറ്റ് യു ഗോ. നീ എന്നെ വിട്ടു പോകരുതേ. ഞാൻ നിന്നെ വിടത്തില്ല. എന്നെ സഹായിച്ചിട്ടേ പോകാവൂ. എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. എൻ്റെ ജീവിതം നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മൈ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ യു. എനിക്ക് നിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. എനിക്ക് നിൻ്റെ സഹായം കൂടിയേ തീരൂ. നോക്കിയേ, അതാ മല്ലുപിടുത്തത്തിൻ്റെ അർത്ഥം. മനസ്സിലായോ? നമ്മൾ യാക്കോബിൻ്റെ ആ ഒരു എന്താ പറയുക, സ്കീമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണുകയേ വേണ്ട. യാക്കോബിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തോട് കരഞ്ഞിട്ടുള്ളവർക്കാട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രതികൂലത്തിൽ തന്നെ രക്ഷിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നീ എന്നെ വിട്ട് കടന്നു പോകല്ലേ. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്നൊരു കുരുടൻ നിലവിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് ആ കുരുടൻ്റെ അടുക്കൽ കർത്താവ് തിരിഞ്ഞു നിന്നെന്നാ പറയുന്നത്. ആ നിലവിളിയുടെ മുമ്പിൽ നിന്നു. ആ നിലവിളിയുടെ മുമ്പിൽ നിൽക്കാനേ ദൈവത്തിന് കഴിയത്തുള്ളൂ. തിരിഞ്ഞ് അവൻ്റെ അടുക്കൽ വന്നു. മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ് അവനെ പലരും ശാസിച്ചെങ്കിലും ആ കുരുടനായ മനുഷ്യൻ്റെ അടുക്കിലേക്ക് കർത്താവ് ചെന്നിട്ട് ചോദിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മനസ്സ് അത് തൊട്ടത്. അവൻ്റെ നിലവിളിയുടെ ഡെസ്പറേഷൻ കർത്താവ് മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ നിലവിളിയുടെ ഡെസ്പറേഷൻ, നമ്മൾ ഏത് നിസ്സഹാവസ്ഥയിലാണ് വിളിക്കുന്നതെന്നുള്ളത് ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവത്തിന് മനസ്സിലാകും. നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള നിസ്സഹായത മനസ്സിലാക്കുന്ന ഒരു ഹൃദയം എൻ്റെ കർത്താവിനുണ്ട്. നിന്റെ കൂടപ്പറപ്പ് മനസ്സിലാക്കിയില്ലെങ്കിലും, നിന്റെ കൂട്ടായ്മക്കാർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കുരുടനെ വേറെ ആരും മനസ്സിലാക്കിയില്ല. എന്നാൽ കർത്താവ് അവൻ്റെ നിലവിളി കേട്ടപ്പോൾ അതിൻ്റെ പിറകിലുള്ള ആ ഡെസ്പറേഷൻ തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് അവനോട് പറയുക. ആരാ ചോദിക്കുന്നത്? സകല പ്രപഞ്ചത്തെയും തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചവൻ ചോദിക്കുക, നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഈ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. അവനോട് നീ പറ, നിസ്സഹായതയിലൊന്ന് നിലവിളിച്ച് നിന്റെ അടുക്കൽ വന്ന് നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. യാക്കോബിനോട് ദൈവം ഇടപെട്ടു. സ്തോത്രം. അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പിന്നീട് നമ്മൾ കാണുന്നത് യാക്കോബ് ആ ഏശാവിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ താൻ പ്രതീക്ഷിച്ച രീതിയിൽ ഏശാവ് ദേഷ്യപ്പെടുന്നില്ല. അവിടെ വെച്ചൊരു യുദ്ധമൊന്നും ഉണ്ടായില്ല. കൊല്ലാൻ വന്നവനെ ദൈവം എന്ത് ചെയ്തു? ശാന്തനാക്കി. അവൻ കെട്ടിപ്പിടിച്ച് കരയുക. അവിടെ ചേട്ടൻ അനിയനെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഉമ്മ വെച്ചു. നോക്കിയേ, യാക്കോബ് അങ്ങ് എന്താ പറയുക, ഹി വാസ് ബ്ലോൺ അവേ. ഈ ഒരു രംഗം കണ്ടപ്പോഴേ പേടിച്ചത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്ത് അതിനെ ഫേസ് ചെയ്യാൻ പോലും വയ്യാതെ ഭാരപ്പെട്ടപ്പോൾ ദൈവമായിട്ടൊരു പ്രത്യക്ഷതയുണ്ടായി. ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ താൻ എന്ത് ഭയപ്പെട്ടുവോ, താൻ ആരെ ഭയപ്പെട്ടുവോ, ആ വ്യക്തി ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയുക. അതൊരു വലിയ അത്ഭുതമല്ലേ? അതൊരു വലിയ അത്ഭുതമല്ലേ? യാക്കോബിൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു അത്ഭുതം ദൈവം പ്രവർത്തിച്ചു. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് യാക്കോബ് പോകുകയാണ്. എവിടേക്ക്? ശെഖേമിലേക്ക്. ഹല്ലേലൂയ. അപ്പോഴും ശെഖേമിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് അവിടെ ഒരു യാഗപീഠം പണിതതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. അതൊന്ന് വായിക്കാമോ? അവിടെ യാക്കോബ് നോക്കി, യാക്കോബിൻ്റെ ജീവിതത്തിലെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉള്ള ഒരു പ്രോഗ്രസീവ് കൺവേർഷൻ, പ്രോഗ്രസീവ് ഗോയിങ് ബാക്ക് ടു ദ ലോർഡ്, അതാണ് നമ്മൾ കാണാൻ സാധിക്കും. 33:20 അവിടെ എന്ന് പറഞ്ഞാൽ ശെഖേമിലെ അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. അതിനെ എൽ എലോഹി ഇസ്രായേൽ എന്ന് പേർ ഇട്ടു. സ്തോത്രം. എന്താ ഇതിൻ്റെ അർത്ഥം? എൽ എലോഹി ഇസ്രായേൽ, ദ മൈറ്റി ഗോഡ് ഓഫ് ഇസ്രായേൽ. യാക്കോബ് ഇപ്പോൾ എവിടെയാ? ശെഖേമിലാണ്. ശെഖേമിന് അടുത്ത് പറയുന്നുണ്ട് അവൻ യാഗപീഠം പണിതു. ഓക്കെ, ശെഖേമിൻ്റെ പട്ടണത്തിൽ കനാൻ ദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി
പട്ടണത്തിന് അരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശെഖേമിൻ്റെ അപ്പനായ ഹാമോറിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. അതിന് ഏൽ എലോഹി ഇസ്രായേൽ എന്ന് പേരിട്ടു. അവിടെ വെച്ച് യാക്കോബ് വീണ്ടും ഒരു യാഗപീഠം പണിതു. അപ്പോൾ ആദ്യമായിട്ട് യാക്കോബിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്? യാഗപീഠം പണിയുക. തൂണ് സ്ഥാപിച്ചവൻ ഇപ്പോൾ യാഗപീഠം പണിയുന്നു. പക്ഷേ എവിടെയാ പണിയുന്നത്? ശെഖേമിലാണ് പണിയുന്നത്. ദൈവം ആഗ്രഹിച്ച സ്ഥലത്തല്ല അവൻ ദൈവത്തെ ആരാധിക്കുന്നത്. ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ചിന്തയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവം പറയുന്ന രീതിയിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് തോന്നിയതുപോലെ തോന്നിയിടത്ത് ഇരുന്നുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. എങ്ങനെ നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യണം എന്നുള്ളത് ദൈവം കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ശെഖേം എന്ന് പറയുന്നത്, ശെഖേമിൽ വെച്ച് അവരുടെ കയ്യിലെല്ലാം എന്തുണ്ടായിരുന്നു? ചില വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവർ ദൈവം ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ അവിടെ വെച്ചുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പിന്നീട് പുറപ്പെടുന്നുണ്ട് ബേഥേലിലേക്ക്. അതിനു മുമ്പായിട്ടാണ് യാക്കോബ് കുടുംബത്തോട് പറഞ്ഞിട്ട് ഒരു വലിയ ശുദ്ധീകരണം അവർ നടത്തിയത്. അപ്പോൾ ഈ ശുദ്ധീകരണം കൂടാതെയുള്ള ഒരു ആരാധനയാ ആര് നടത്തിയത്? യാക്കോബ് ഇവിടെ വെച്ച് ശെഖേമിൽ വെച്ച് നടത്തിയത്. അപ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ഒരുപക്ഷെ ഞാൻ കൈയടിച്ച് ആരാധിക്കുന്നുണ്ടാകും, ഞാൻ വലിയ ശുശ്രൂഷ നടത്തുന്നുണ്ടാകും. പക്ഷെ നീ ദൈവം ആഗ്രഹിക്കാത്ത സ്ഥാനത്താണ് നീ ഇന്ന് കഴിയുന്നതെങ്കിൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല. കുഴിച്ചിടേണ്ട ചിലതിനെയൊക്കെ കുഴിച്ചിടണം, വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിയണം. ഒരു സ്ഥലം മാറ്റം ആവശ്യമാണ്, ഒരു മാനസാന്തരം ആവശ്യമാണ്. ദൈവം ആഗ്രഹിക്കാത്ത ചിലതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കുഴിച്ചിടണം, എന്നിട്ട് ദൈവത്തെ ആരാധിക്കും. ഇവിടെ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ അവിടെ വെച്ച് യാഗപീഠം പണിതു, എൽ എലോഹി ഇസ്രായേൽ എന്നൊക്കെ പേരിട്ടു. പക്ഷേ അവിടെ ദൈവം ഇടപെട്ടതായിട്ടൊന്നും കാണുന്നില്ല. സ്തോത്രം. ദൈവം പറഞ്ഞിട്ടുമല്ല അത് ചെയ്തത്. ദൈവം പറയുന്നത് പോലെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലുണ്ടാകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാം. എൽ എലോഹി ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം, ആ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാഷ്ട്രമല്ല കേട്ടോ, അന്നേരം രാഷ്ട്രമൊന്നും ആയിട്ടില്ല. ഇസ്രായേൽ ആരാ? യാക്കോബ് തന്നെയാണ്. അപ്പോൾ യാക്കോബ് പറയുക, എൻ്റെ ഇസ്രായേൽ എന്ന് ദൈവം പേര് വിളിച്ച എൻ്റെ സർവശക്തനായ ദൈവം. നോക്കിയേ, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നേ കണ്ടോ? ഇതുവരെ ഇസഹാക്കിൻ്റെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം എന്നൊക്കെയുള്ള അനുഭവത്തിലിരുന്ന യാക്കോബിൻ്റെ ജീവിതത്തിൽ പറയുക, എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേരുടെ ജീവിതത്തിൽ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കും? എൻ്റെ ദൈവം, മൈ ഗോഡ്. എൻ്റെ വല്യപ്പച്ചൻ്റെ ദൈവമല്ല, എൻ്റെ അപ്പൻ്റെ ദൈവമല്ല, അവരുടെ ദൈവമായിരുന്നു. പക്ഷെ ഇന്ന് ഈ ദൈവമായിട്ട് എനിക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതെൻ്റെ ദൈവം, എൻ്റെ ദൈവമാ, എന്നെ രക്ഷിച്ച എൻ്റെ ദൈവം. സ്തോത്രം. എൽ എലോഹി ഇസ്രായേൽ എന്നുള്ളത് നിങ്ങളുടെ പേര് വായിച്ച് ചേർത്ത് നിങ്ങൾക്ക് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എൽ എലോഹി ജെയിംസ്. ജെയിംസ് എന്ന എൻ്റെ സർവശക്തനായ ദൈവം. നിങ്ങളത് പറഞ്ഞാട്ട്, നിങ്ങളുടെ പേര് ചേർത്തെന്ന് പറഞ്ഞാട്ട്, എൻ്റെ ദൈവം. സ്തോത്രം. യാക്കോബ് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. പക്ഷേ അപ്പോഴും യാക്കോബ് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തല്ല ഇരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും യാക്കോബിനോട് ദൈവം പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാക്കോബിനോട് ദൈവം പറയുന്നു, നീ എവിടെ പോകണം? ബേഥേലിലേക്ക് പോവുക. 35-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. ആ ബേഥേലിലേക്ക് യാക്കോബ് ചെല്ലുകയാണ്. അവിടെ വെച്ച് യാക്കോബ് എന്ത് ചെയ്തു? അവിടെ വെച്ചൊരു യാഗപീഠം പണിയുകയാണ്. സ്തോത്രം. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. നാം പുറപ്പെട്ട ബേഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശെഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. താഴോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക്
വേഗത്തിൽ ചിന്തിക്കാം. അങ്ങനെ യാക്കോബ് അവിടെ എത്തി. ആ സ്ഥലത്തിന് ഒടുവിൽ അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബഥേലിലെത്തി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേർ വിളിച്ചു. സ്തോത്രം. അപ്പം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അവസാനം എത്തുകയാണ്. എൽ ബഥേലിലെത്തി. എവിടെ നിന്നാണ് എത്തിയത്? ബഥേലിൽ നിന്ന്. സ്തോത്രം. ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു. എവിടെയാ? ഷെഖേം. സ്തോത്രം. നമ്മൾ ഇപ്പോഴെവിടെയാ? ആർ യു ഇൻ ബഥേൽ ഓർ ആർ യു ഇൻ ഷെഖേം? അവിടെ യാഗപീഠമുണ്ട്, ആരാധനയുണ്ട്, ബട്ട് സ്റ്റിൽ യു ആർ നോട്ട് where God wants you to be. നീ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിയിട്ടില്ല. You are settled in Shechem with all those unwanted baggage. അല്ലേ? ദൈവം ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ ആരാധനയുണ്ട്, എൻ്റെ ദൈവമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിയിട്ടില്ല. അതാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. he came to Bethel. സോ ഈ ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ദ ഹൗസ് ഓഫ് ഗാഡ്. എൽ ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഗാഡ് ഓഫ് ദ ഹൗസ് ഓഫ് ഗാഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഭവനത്തിൻ്റെ ദൈവത്തിലേക്ക് യാക്കോബ് എത്തി. സ്തോത്രം. വ്യത്യാസം മനസ്സിലായോ? ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഭവനത്തിൻ്റെ ദൈവത്തിലേക്ക് എത്തുന്ന ഒരു യാത്രയാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ആർ യു ഇൻ ബഥേൽ? ആർ യു ഇൻ എൽ ബഥേൽ? ഈ എൽ ബഥേൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് റിമെമ്പറൻസ്. അതൊരു ഓർമ്മയുടെ, സ്മാരകത്തിൻ്റെ സ്ഥലമാണ്. 35-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കുക. എന്തിനാ ബഥേലിലോട്ട് ചെല്ലാൻ പറയുന്നത്? ബഥേലിൽ വെച്ചായിരുന്നു യാക്കോബിന് ദൈവവുമായിട്ട് ആദ്യമായിട്ടൊരു ബന്ധം, ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ദൈവവുമായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കി. When was that day? When was that time when you had a personal relationship? നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം ഞാനൊരു കൺവെൻഷൻ പ്രസംഗം കേട്ടു. അവിടെ പന്തലിൽ പോയിരുന്നൊന്നുമല്ല കേട്ടത്, പലർക്കും അറിയത്തില്ല. ഞാൻ ഈ സാക്ഷിയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ സുബോധമില്ലാത്തവനായിട്ട് ചിലരുടെ നിർബന്ധത്താൽ ഈ പന്തലിൻ്റെ വെളിയിൽ ഒരു മരത്തെ ചാരി ഇങ്ങനെ അവരെ വിമർശിക്കാൻ പോയതാണ് ഈ പ്രസംഗിക്കുന്നവരെ. പക്ഷെ അന്ന് രാത്രി ദൈവം എന്നോട് ഇടപെട്ടു. അന്ന് രാത്രി എനിക്ക് ഉറക്കം തരാതെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു നോർമൽ അല്ലായിരുന്നു, സോബർ അല്ലായിരുന്നു. ഐ വാസ് ഡ്രങ്ക്, ഐ വാസ് ഇൻ സോബർ. പക്ഷെ അന്നും ദൈവം എന്നോട് ഇടപെട്ടു. ഞാൻ ഏത് അവസ്ഥയിൽ നിന്നാണ് ഇവിടെ വന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം നിങ്ങൾ ഏത് അവസ്ഥയിൽ കിടന്നവരാ. ചുമ്മാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു ഞാൻ. അവിടെ നിന്നാ ദൈവം കൊണ്ടുവന്നത്. അവിടേക്കൊന്ന് മടങ്ങി ചെല്ലാനാണ് കർത്താവ് പറയുന്നത്. ഈ ബഥേലിലേക്ക് ചെല്ലേ. അവിടെ വെച്ച് നിനക്ക് പ്രത്യക്ഷനായ നിന്നോട് ഇടപെട്ട അതൊന്ന് ഓർത്ത് നോക്ക്. സോ എൽ ബഥേൽ ഇസ് എ പ്ലേസ് ഓഫ് റിമെമ്പറൻസ്. അന്നുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴുണ്ടോ? ദൈവനോട് ചോദിച്ചതാ. ഡു യു സ്റ്റിൽ ലവ് ഗോഡ് ആസ് യു ലവ്ഡ് ഹിം വെൻ യു ഗോട്ട് സേവ്ഡ്? ആ രക്ഷിക്കപ്പെട്ട ആളുകളിലുണ്ടായിരുന്ന ഒരു സ്നേഹമുണ്ടോ ഇപ്പോഴേ? ആ സ്നേഹമൊക്കെ തണുത്തു പോയില്ലേ? ഓർത്ത് നോക്കി. ആ ആദ്യ സ്നേഹത്തിലോട്ട് കർത്താവ് തിരിച്ചു വിളിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലരോടൊക്കെ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. Go back to Bethel. Go back to Bethel. Remember the place, the day, and everything that happened when you were first saved. Adana number 1. Bethel is a place of remembrance.
സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുക. നമ്പർ 2, എൽ ബഥേൽ is a place of repentance. അനുതാപത്തിൻ്റെ സ്ഥലമാണ്. അനുതാപം. നമ്മൾ അനുദപിച്ചു ഇല്ലേ? ഓർക്കുന്നോ? ഒരു കാലത്ത് ദൈവസന്നിധിയിൽ പാപമെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അനുദപിച്ചു. ആ അനുദപിച്ച സമയത്ത് കരഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അന്ന് രാത്രിയിൽ എനിക്ക് ഉറക്കം വരാതെ ഞാൻ സോബറല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. സാധാരണഗതിയിൽ ആ സമയത്ത് ഞാൻ കിടന്നാൽ അപ്പോഴേ ഉറങ്ങും. കാരണം ഞാൻ സോബറല്ല, പെട്ടെന്ന് ഉറങ്ങിപ്പോവും. പക്ഷെ അന്ന് എനിക്ക് ദൈവം ഉറക്കം തന്നില്ല. ഞാൻ എൻ്റെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. കേട്ട ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആകെ അസ്വസ്ഥനായി. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ എന്തെങ്കിലും കൂടെ കുടിച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ അതൊക്കെ നോക്കി, എനിക്ക് ഉറക്കം വന്നില്ല. ദൈവം എന്നെ ഉറക്കിയില്ല. അവസാനം തകർന്നവനായിട്ട് ഞാൻ കട്ടിലിന് താഴെ വീണു. അവിടെ കിടന്ന് ഞാൻ നിലവിളിച്ച് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അതാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് റിപ്പൻറ്റൻസ്. ഇന്ന് പലരും രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കൈവെക്കും. ഒരു പശ്ചാത്താപവും ഇല്ല, ഒന്നുമില്ല. ഞാനൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോഴേ പിള്ളേർ കരയുന്ന പോലെ അലച്ച് കരഞ്ഞ രക്ഷിക്കപ്പെട്ടത്. ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റൂമിലായിരുന്നു. എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. കയറിക്കിടന്ന് സുന്ദരമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ആസക്തികളെല്ലാം ദൈവം എടുത്ത് മാറ്റിയിരുന്നു. സ്തോത്രം. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ദാറ്റ് വാസ് എ പ്ലേസ് ഓഫ് റിപ്പൻറ്റൻസ്. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് റിമെമ്പറൻസ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിപ്പൻറ്റൻസ്. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? എൽ ബഥേലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് they put away the strange gods and then they cleaned themselves. There was a cleansing and they changed their garments. അവരവരുടെ വസ്ത്രം മാറി. അവരുടെ കയ്യിലുണ്ടായിരുന്ന അന്യദേവന്മാരെ എല്ലാം ഉപേക്ഷിച്ചു, അതിനെല്ലാം കുഴിച്ചിട്ടു. To get to El Bethel, we have to have some old-fashioned repentance. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ സഭയിൽ ഈ നാളുകളിൽ ഇതുപോലുള്ളൊരു റിപ്പൻറ്റൻസിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരട്ടെ. ഞാൻ സാധാരണ ചർച്ചസിലൊക്കെ പണ്ടൊക്കെയുള്ള ചർച്ചസിലൊക്കെ ഒരു ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞോണ്ട് ആളുകൾ ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബില്ലിഗ്രാമിൻ്റെ ഒക്കെ ശുശ്രൂഷയും ഞാനത് കണ്ടിട്ടുണ്ട്. ഇന്ന് അതൊക്കെ അങ്ങ് പോയി. ഇവിടെ ആളുകൾ വരുന്നു, മെസ്സേജ് കേൾക്കുന്നു, നല്ല മെസ്സേജ് ആയിരുന്നു പറയുന്നു, പോകുന്നു. ഇവിടെ കണ്ണുനീരില്ല, ഇവിടെ അനുതാപമില്ല. ഇവിടുത്തെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. വി നീഡ് ടു ഗോ ബാക്ക് ടു ദാറ്റ് പ്ലേസ് ഓഫ് റിപ്പൻറ്റൻസ്. അതിന് പള്ളി വരണമെന്നില്ല, വീട്ടിലായിരുന്നാലും രാത്രിയിൽ നിങ്ങൾ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേര് അനുതാപത്തോടെ ദൈവസന്നിധി കരയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു അനുതാപത്തിൻ്റെ കണ്ണുനീര് പൊഴിച്ചിട്ട് എത്ര നാളായി. കർത്താവേ, ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം, കർത്താവേ, എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചേക്കണേ, അല്ലേ? അതല്ല, ഒരു യഥാർത്ഥ അനുതാപത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. God is calling you back to those days of repentance. അയ്യോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, എനിക്കിനിയൊന്നും കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പം ഞാൻ അനുതാപിക്കണോ? വേണോ? അനുതാപം വേണോ? പശ്ചാത്താപം വേണ്ടേ? ഇനിയും അത് ഓരോ ദിവസവും വേണം, ഓരോ നിമിഷവും വേണം. ഹല്ലേലൂയ. ഒരു തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ഒരു പശ്ചാത്താപം, ഒരു അനുതാപം നിനക്ക് തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ചെക്ക് യുവർ സാൽവേഷൻ. സ്തോത്രം. യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട വ്യക്തി ആയിരിക്കാം, പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നമ്മൾ പാപത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പാപത്തിൻ്റെ പ്രലോഭനം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. വി ആർ സ്റ്റിൽ ലിവിങ് ഇൻ ദിസ് സിൻ ഇൻഫെസ്റ്റഡ് വേൾഡ്. നമ്മൾ പാപത്തിൻ്റെ പവറിൽ നിന്ന് രക്ഷപ്പെട്ടു, പാപത്തിൻ്റെ പ്രസൻസിലായിപ്പോഴും പാപത്തിൻ്റെ പെനാൽറ്റിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു,
പാപത്തിൻ്റെ പവർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. പാപത്തിൻ്റെ ശക്തി നമ്മുടെ ചുറ്റിനുമുണ്ട്. പാപത്തിൻ്റെ ശക്തി നമ്മളെ ആകർഷിക്കുന്നുണ്ട്. പാപത്തിൻ്റെ പെനാൽറ്റി, അതിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. എന്നാൽ ഈ മരിച്ചു കഴിഞ്ഞാലേ പാപത്തിൻ്റെ ഈ പ്രസൻസിൽ നിന്ന് ദൈവം നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. സ്തോത്രം. അതുവരെ ഒരു പശ്ചാത്താപവും മനസാന്തരവും കരച്ചിലും ഏറ്റുപറച്ചിലും കഴുകലും ഒക്കെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, എൽ ബഥേൽ ഇസ് എ പ്ലേസ് ഓഫ് റിവൈവൽ. അതൊരു ഉണർവിൻ്റെ സ്ഥലമാണ് എൽ ബഥേൽ എന്ന് പറയുന്നത്. ബഥേൽ അല്ല, എൽ ബഥേൽ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിവൈവൽ. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിൻ്റെ 5-6 വാക്യങ്ങളിൽ, പിന്നെ അവർ യാത്ര പുറപ്പെട്ടു, അവരുടെ ചുറ്റും വരുന്ന പട്ടണങ്ങളിൽ ദൈവത്തിൻ്റെ ഭീതി വീണു. നോക്കിയേ, ഇവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്ന് അവരവരെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് അവർ ബഥേലിലേക്ക് പോകുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ഭീതി, ഒരു റിവൈവൽ. അവരെ കണ്ട ആളുകൾ ഭയക്കാൻ തുടങ്ങി. അവരെ കണ്ട ആളുകൾ ഈ ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ഒരു റിവൈവൽ ആവശ്യമാണ്. എത്ര പേർക്ക് ഒരു ഉണർവ് വേണം ജീവിതത്തിൽ? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഇരിക്കണ്ട. എനിക്കൊരു ഉണർവ് വേണം, എനിക്കൊരു രൂപാന്തരം വേണം, എൻ്റെ ഒരു ആത്മീയ ചൈതന്യം എനിക്കൊന്ന് പുതുക്കണം, എനിക്കൊരു പുനർജീവനം വേണം കർത്താവേ എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. അതോ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതിയോ? ഈ ഒരു ആത്മീയ അവസ്ഥയിൽ സംതൃപ്തനായിട്ടിരുന്നാൽ മതിയോ? അതോ എനിക്ക് എൽ ബഥേലിൻ്റെ ഒരു അനുഭവത്തിലോട്ട് പോകണമോ? എനിക്കൊരു ഉണർവ് വേണം കർത്താവേ. റിപ്പൻറ്റൻസ് കഴിയുമ്പോഴാണ് ഉണർവുണ്ടാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിനൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഉണർവ് ദൈവം തരും. സ്തോത്രം. ഹല്ലേലൂയ. The revival comes from the Lord. അതിവിടെ ഒരാൾ കടന്ന് പ്രസംഗിച്ചത് കൊണ്ട് ഉണർവ് വരുത്തില്ല. ഉണർവ് അയച്ചിട്ടുള്ളതൊക്കെ എപ്പോഴും ദൈവമാണ് ഉണർവ് അയച്ചിട്ടുള്ളത്. ഇവിടൊക്കെ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഉണർവ് നടന്നിട്ടുണ്ടോ, ദാറ്റ് വാസ് an act of God. ദൈവമാണ് ഉണർവിനെ അയക്കുന്നത്. പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ ഒരുക്കപ്പെടണം. ഞാൻ ഒരുങ്ങിക്കഴിയുമ്പോൾ ദൈവം ഉണർവ് അയക്കും. അത് വ്യക്തികളുടെ ജീവിതത്തിലും സഭകളുടെ ജീവിതത്തിലും. സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്നു ഹൗസ് ഓഫ് പ്രെയർ ആയിട്ട് ഈ നാളുകളിൽ ഒരു ഉണർവ് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഐ തിങ്ക് ഗോഡ് ഈസ് ബ്രിങ്ങിങ് us to those days. Hallelujah. സങ്കീർത്തനക്കാരൻ 85-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, നിന്റെ ജനം നിന്നിൽ വീണ്ടും ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊന്നുകൂടെ ജീവിക്കണ്ടേ? നമ്മുടെ കർത്താവിൻ്റെ ആ ജീവന്റെ ശക്തിയിൽ നമുക്കൊന്ന് പുതുക്കം പ്രാപിക്കണ്ടേ? പ്രിയമുള്ളവരെ, സ്തോത്രം. നിന്റെ ജനം നമ്മൾ കർത്താവിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് കരയാം. പ്രിയമുള്ളവരെ, കർത്താവേ, നീ ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ. ആ ഉണർവുണ്ടാകുമ്പോഴാണ് ദേശത്തിന് സൗഖ്യം വരുന്നത്. നമ്മളൊക്കെ എത്ര പ്രാർത്ഥിച്ചു, എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചു ദേശത്തെ സൗഖ്യമാക്കണമെന്ന്. ഓരോ വേവ് ആഫ്റ്റർ വേവ് വന്നുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ദൈവജനം ഉണരുന്നില്ല. ദൈവജനത്തിൻ്റെ ഇടയിലൊരു ഉണർവില്ല. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വീണ്ടും പ്രശ്നങ്ങൾ. അതുകൊണ്ട് നാം ഒന്ന് ഉണർന്നാൽ, നാം ഒന്ന് ആയിത്തീരേണ്ട രീതിയിൽ ആയിത്തീർന്നാൽ തീർച്ചയായിട്ടും ദൈവം ദേശത്തെ കടാക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒടുവിലായിട്ട്, എൽ ബഥേൽ ഇസ് എ പ്ലേസ് ഓഫ് റെവറൻസ്. അതൊരു ഭയഭക്തിയുടെ സ്ഥലമാണ്. ഭയത്തിൻ്റെയും ഭക്തിയുടെയും ആദരവിൻ്റെയും ആരാധനയുടെയും സ്ഥലമാണ്. എന്താ കാര്യം? അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരന് മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് ആരാ പ്രത്യക്ഷനായത്? ദൈവം. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം അവൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷനായതുകൊണ്ട് അവൻ അന്ന് മുതൽ അവൻ ഭയഭക്തിയോടെയാണ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നത്. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് റെവറൻസ്. ദൈവത്തിന് സ്തോത്രം. ജോൺ ആർ റൈസ് എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ, ഒരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ പ്രാസംഗികനായിരുന്നു, വലിയ ഉണർവ് പ്രാസംഗികനായിരുന്നു. അദ്ദേഹം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ദേശത്തിൽ ഉണർവയക്കണമേ. ഇദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇദ്ദേഹം അങ്ങ് കരയും. ഒരു യിരെമ്യാവിൻ്റെ ആത്മാവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു കരച്ചിലിൻ്റെ പ്രവാചകനായിരുന്നു അദ്ദേഹം, കരച്ചിലിൻ്റെ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കും. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു,
preacher, why do you cry so much? അദ്ദേഹം ഇതുപോലെ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ അങ്ങ് കണ്ണുനീരങ്ങ് ഒഴുക്കുക. ചിലർക്ക് ഇത് ഇഷ്ടമല്ല, ഈ കണ്ണുനീര്. When was the last time you cried before the Lord? ദൈവസന്നിധിയിൽ അവസാനമായിട്ട് നിങ്ങൾ കണ്ണുനീര് പൊഴിച്ച എന്നാ ഓർക്കുന്നുണ്ടോ? ഈ മനുഷ്യന് അങ്ങനെ കണ്ണുനീരുള്ള ഒരു ദൈവദാസനായിരുന്നു. അപ്പോൾ ചിലത് പറഞ്ഞു, പാസ്റ്ററെ ഈ പ്രസംഗിക്കുമ്പം കരയല്ലേ, മോശം, ആളുകളുടെ മുമ്പിൽ ഇതാ. അപ്പോൾ പുള്ളിക്കാരൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ കരയാതെ പ്രസംഗിക്കാൻ എന്നെ സഹായിക്കണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം കണ്ണുനീരങ്ങ് മാറ്റി. പക്ഷേ പുള്ളിയുടെ ശുശ്രൂഷ, പിന്നീടുള്ള ശുശ്രൂഷയിൽ ഒരൊറ്റ ആത്മാക്കളും രക്ഷിക്കപ്പെടുന്നില്ല. അതിനു മുമ്പ് ഈ കണ്ണുനീരോടി പ്രാർത്ഥിച്ച് ശുശ്രൂഷിക്കുന്ന സമയത്ത് അനേകര് പാപബോധം ഉണ്ടായിട്ട് കടന്നു വന്നിട്ട് ഈ യേശുവിലേക്ക് വന്ന് സമർപ്പിച്ച് വലിയ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണുനീര് മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശുശ്രൂഷിക്കാൻ തുടങ്ങി. അവിടെ ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ഈ മനുഷ്യൻ ജോൺ ആർ റൈസ് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഗോഡ് ഗിവ് മീ ബാക്ക് മൈ ടീയേഴ്സ്. എനിക്ക് കണ്ണുനീര് തിരിച്ചു തരണേ കർത്താവേ. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ ഒരു കാലത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചവരായിരിക്കും. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് നിങ്ങളുടെ കണ്ണുനീരൊക്കെ പോയില്ലേ? കണ്ണുനീര് വറ്റിയെങ്കിൽ ഇന്ന് കർത്താവിനോട് പറ. അങ്ങനെ ദൈവം ആർക്കെങ്കിലും ഒരു പ്രേരണ തരുന്നുണ്ടെങ്കിൽ, കർത്താവേ ഞാൻ പണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു, എൻ്റെ കണ്ണുനീര് എപ്പോഴോ എവിടെ വെച്ചോ വറ്റിപ്പോയി, എനിക്ക് ആ കണ്ണുനീര് തിരിച്ചു തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നിന്നെ ദൈവം പ്രയോജനപ്പെടുത്തും. How many of you want those tears back? ആ കണ്ണുനീര് എത്ര പേർക്ക് ആവശ്യമുണ്ട് തിരിച്ച്? God give me back my tears. Real men will cry and give reverence to the God. കരയുന്നത് ദൈവത്തിന് റെവറൻസ് കൊടുക്കാതിരിക്കുന്നതല്ല, ദൈവത്തിന് റെവറൻസ് കൊടുക്കുന്നത് കൊണ്ടായി കരയുന്നത്. മനസ്സിലായോ? ചിലർ വിചാരിക്കും, അയ്യോ ഇങ്ങനൊരു ആമ്പറന്നവരല്ലേ, ഇങ്ങനെ കരയാമോ? നോ, റിയൽ മെൻ ആൻഡ് വിമൻ വിൽ ക്രൈ ബിഫോർ ദ ലോർഡ് ബിക്കോസ് they give reverence to God. കാരണം ഞാൻ നിൽക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദൈവം ആരാണെന്ന് അറിയുമ്പോൾ കരഞ്ഞു പോകും. പ്രിയമുള്ളവരെ, ദൈവത്തോട് ഒരു ബഹുമാനവും ആദരവും ഇല്ലാത്തവരാ കരയാതിരിക്കുന്നത്. ഈ കണ്ണുനീര് തരണേ, എൻ്റെ വറ്റിപ്പോയ കണ്ണുനീര് എനിക്ക് തിരിച്ചു തരണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം കരയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നീ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേര് കരയും? ഞാൻ ഇന്നലെ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കറിയില്ല, ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ എങ്ങലടിച്ച് കരഞ്ഞു. എനിക്കറിയില്ല ഞാൻ എങ്ങനെ കരഞ്ഞു എന്ന്. പക്ഷേ ദൈവം വ്യക്തമായിട്ട് ഇടപെട്ട്, പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര് ഞങ്ങൾക്ക് മടക്കി തരണേ. സോ എൽ ബഥേൽ ഇസ് എ പ്ലേസ് ഓഫ് റെവറൻസ്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എല്ലാം 6 ആരംഭിക്കുന്നത്. എൽ ബഥേൽ ഇസ് എ പ്ലേസ് ഓഫ് remembrance. El Bethel is a place of repentance. El Bethel is a place of revival. Thank you. El Bethel is a place of reverence. So it's time that you put El before Bethel. Bethel in the mumba El. What is the meaning of the word El? God. Ellathinu mumba Devam. സ്തോത്രം. എല്ലാത്തിനും മുൻപ് ദൈവം. ഡു യു വാണ്ട് ജസ്റ്റ് ബഥേൽ? നിങ്ങൾക്ക് ഹൗസ് ഓഫ് ഗോഡ് മതിയോ? നിങ്ങൾക്ക് ഹൗസ് ഓഫ് പ്രയർ മതിയോ? അതോ നിങ്ങൾക്ക് വേണ്ടത് എൽ ബഥേലാണ്? ഡു യു വാണ്ട് ദ ഗോഡ് ഓഫ് ദ ഹൗസ് ഓഫ് ഗോഡ്? ഡു യു വാണ്ട് ദ ഗോഡ് ഓഫ് ദ ഹൗസ് ഓഫ് പ്രയർ? ലെറ്റ് us go back to El Bethel. God is calling you. ഇന്ന് പകൽക്കാലം കർത്താവ് വിളിക്കുക. Come back and make me your beginning. El Bethel. Put El before Bethel. Put God before everything. എല്ലാത്തിൻ്റെ മുൻപിൽ ദൈവമായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ദൈവമായിരിക്കട്ടെ. ആദിയിൽ ദൈവം. In the beginning God.
സ്തോത്രം.